സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വരും ദിവസങ്ങളിലും തുടരും. പീക്ക് സമയങ്ങളിലെ നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിക്കുന്നു. ഉപഭോക്താക്കൾ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗം, കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനം, കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ട സാഹചര്യം, പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി കിട്ടാത്ത സ്ഥിതി, ഇതാണ് സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതി ഉപഭോഗം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് 400 മുതൽ 500 മെഗാവാട്ട് ഉയരുന്ന സാഹചര്യമാണ്. പവർ എക്സ്ചേഞ്ച് വഴി വൈദ്യുതി ആവശ്യത്തിന് കിട്ടാതെ വന്നതോടെയാണ് പീക്ക് ടൈമിൽ നിയന്ത്രണം. തുടർച്ചയായി 3-ാം ദിവസവും സംസ്ഥാനത്ത് അരമണിക്കൂറിലധികം നേരം വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നു. നിയന്ത്രണമല്ലാതെ മറ്റു വഴിയില്ലെന്ന മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഉൽപാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. അത്യാവശ്യങ്ങൾക്കെല്ലാം വൈദ്യുതി വേണം, എന്നാൽ അനാവശ്യമായ നമ്മളുടെ അലങ്കാര ലൈറ്റുകൾ ഒഴിവാക്കുക. അതിനിടെ ഉപഭോക്താക്കളും വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് അഭ്യർത്ഥന. അലങ്കാര വിളക്കുകൾ ഒഴിവാക്കണമെന്നും എസിയുടെ താപനില 25 മുകളിൽ ക്രമീകരിക്കണമെന്നും തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ വൈദ്യുതി വാങ്ങാനുള്ള എല്ലാ മാർഗങ്ങളും തേടുകയാണ് KSEB. റിപ്പോർട്ടർ, തിരുവനന്തപുരം.